Hi friends, Mr. Ratas Cryptoയുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ബിറ്റ് കോയിൻ, ഈ ടോപ്പിക് അല്ല. കാരണം ഓൾറെഡി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നൂറുകണക്കിന് വീഡിയോ യൂട്യൂബിലുണ്ട്, മലയാളത്തിലും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നിയ 2 വീഡിയോസ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടിട്ട് എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ബിറ്റ് കോയിൻ എന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ആൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഇതിലേക്ക് വരാൻ. കാരണം ക്രിപ്റ്റോ കറൻസി എല്ലാവരും വാർത്ത കേൾക്കുന്നത് ബിറ്റ് കോയിന് പ്രൈസ് കൂടി, എത്തേറിയത്തിന് പ്രൈസ് കൂടി, അങ്ങനെ എല്ലാത്തിനും വില കൂടി, ആൾക്കാർ ഇത്ര പൈസ ഉണ്ടാക്കി, 100 ഇരട്ടി പൈസ ഉണ്ടാക്കി. അതായത് ഡോജ് കോയിൻ ആയിരുന്നു ഏറ്റവും അടുത്ത്. അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഡോജ് കോയിൻ്റെ പ്രൈസ് ഏകദേശം 45 സെൻസിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഇന്നലെ അത് 75 സെൻസ് വരെ എത്തിയിരുന്നു. കാരണം അത് അത്രയും ഹൈപ്പിലാണ് നിന്നിരുന്നത്. ഇന്നത്തേക്ക് മൊത്തത്തിൽ ഡൗൺ ആയി. ആ ഒരു കോയിൻ ഞാൻ വാങ്ങിയത് പേഴ്സണലി 60 പൈസയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഡോജ് കോയിൻ. പക്ഷെ അത് 6 രൂപ ഞാൻ വിറ്റു. അതൊക്കെ ഞങ്ങൾ വരും വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടാണ് അതൊക്കെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ക്രിപ്റ്റോയിൽ നടക്കുന്നത്. കാരണം ഒരാൾക്ക് 1 രൂപ ഇട്ടിട്ട് അവിടെ 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അവിടെ 100 രൂപ ഇട്ടിട്ട് അത് 10 രൂപയായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ 1 രൂപയായി പോകുന്നുണ്ട്. ഒരാളുടെ നഷ്ടം എടുത്തിട്ടാണ് മറ്റൊരാൾക്ക് ലാഭം വരുന്നത്. അപ്പോൾ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ലാഭം മാത്രം നോക്കിയാൽ പോരാ, അതേപോലെ തന്നെ നഷ്ടങ്ങളും ഉണ്ടാവും. വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ക്രിപ്റ്റോ. അതേപോലെ തന്നെ ഗെയിൻസ് മാത്രമല്ല ഇതിലുണ്ടാവുക, അതും മനസ്സിലാക്കുക. 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ നാളത്തേക്ക് അത് 10 രൂപയാവും എന്നുള്ള രീതിയിൽ ഒരിക്കലും വരരുത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എനിക്ക് വന്ന ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലെ പേഴ്സണൽ മെസ്സേജസ് വന്നിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആദ്യം വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ചേട്ടാ ഷോർട്ട് ടേം പ്രോഫിറ്റിന് ഏത് കോയിനാണ് നല്ലത്? അപ്പോൾ അങ്ങനത്തെ ഒരു കോയിൻ ഇല്ല. ഷോർട്ട് ടേം പ്രോഫിറ്റിന് ഒരു നല്ല കോയിൻ ഇല്ല. അത് നമ്മുടെ അതായത് ആ ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്ത ന്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ കോയിൻസിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് 1 രൂപയ്ക്ക് വാങ്ങിയ കോയിൻ 2 ദിവസം കൊണ്ട് അത് 100 രൂപയാകും. അത് അത്രയും വോളട്ടൈലാണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രൊജക്ട്സ് നോക്കി സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം എങ്ങനെയാണ് ട്രേഡ് ചെയ്യണം എന്നുള്ളതിൽ ഒരു ലെസൺ ബൈ ലെസൺ ആണ് ഞാൻ ഈ വീഡിയോ സീരീസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് നിങ്ങൾ ട്രേഡിംഗ് എക്സ്ചേഞ്ചസിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് എക്സ്ചേഞ്ചസ് ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡിംഗ് എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്രിപ്റ്റോയുടെ ന്യൂസ്, അതേപോലെ തന്നെ ക്രിപ്റ്റോയുടെ മാർക്കറ്റിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് ഒക്കെ അറിയാനുള്ള ഒരു വേറെ വെബ്സൈറ്റ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ ഈ ഇൻഡസ്ട്രി കടന്നു വരുമ്പോൾ ആദ്യം എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ബിറ്റ് കോയിൻ, ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 വീഡിയോയുടെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത്. അത് ഞാൻ ചെയ്തതല്ല, ഓൾറെഡി 2 വർഷം മുമ്പ് ക്രിപ്റ്റോ കറൻസിയും ബിറ്റ് കോയിനും കുറിച്ചുള്ള വീഡിയോസ് ചെയ്താണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ബിഗിനേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾ ട്രേഡിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യാൻ പറ്റിയ ഞാൻ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വസീറെക്സ് ആണ്, പിന്നെ ബൈനാൻസ്. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ മെയിൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇതല്ലാതെ കോയിൻ സ്വിച്ച് കുബേർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് കോയിൻസ് വാങ്ങാൻ. അതായത് ഗൂഗിൾ പേയിൽ പൈസ സെൻഡ് ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ വസീറെക്സും ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മെയിൻ ചാനലിലാണുള്ളത്, മിസ്റ്റർ റാട്ടർ എന്ന് പറഞ്ഞ ചാനൽ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ 2 ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ ഏതൊക്കെ ആപ്പിൽ KYC ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് KYC എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വസീറെക്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ബൈനാൻസ് ഞാൻ എടുത്ത് പറയാൻ കാരണം ബൈനാൻസ് ആണ് വേൾഡിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച്. ഈ ബൈനാൻസിൻ്റെ ഇന്ത്യൻ സബ്സിഡറി, അതായത് വസീറെക്സ് 2018 ബൈനാൻസുകാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബൈനാൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് വസീറെക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് വസീറെക്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് രണ്ടുമാണ് മെയിൻ എക്സ്ചേഞ്ചസ്. ഇതല്ലാതെ ഒരുപാട് വേറെ എക്സ്ചേഞ്ചസ് ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചസ് ഏതെന്നും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് ആ എക്സ്ചേഞ്ചസ് എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളതും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വസീറെക്സിലും ബൈനാൻസിലും അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഈ 2 എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി താഴെ എൻ്റെ റെഫറൽ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്രോം ബ്രൗസർ വഴി വേണം രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ റെഫറൽ ലിങ്ക് വർക്ക് ചെയ്യത്തുള്ളൂ. അതിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഫീസ് 20% കിട്ടും. അതല്ലാതെ എനിക്കും ഒരു റെഫറൽ കമ്മീഷൻ കിട്ടും നിങ്ങളെ റെഫർ ചെയ്യുന്നതിന്. അതിൽ വസീറെക്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ബൈനാൻസിന് ഞാൻ ചെയ്തിട്ടില്ല. കാരണം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൽ ട്രേഡിങ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഫുള്ള് ക്ലിയർ ചെയ്യും. എങ്ങനെയാണ് ബൈനാൻസിൽ ട്രേഡ് ചെയ്യേണ്ടത്, ബൈനാൻസിൽ പല രീതിയിൽ ട്രേഡ് ചെയ്യാം. ഇപ്പോൾ 100 രൂപ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 1000 രൂപയുടെ ട്രേഡിംഗ് പോലെ നടത്താൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബൈനാൻസ്. അതൊക്കെ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്ത് പോകുന്നതാണ്. കാരണം ബൈനാൻസിൻ്റെ മാത്രം ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം
മണിക്കൂറോളം വീഡിയോ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതല്ലാതെ വസീറെക്സിൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കോയിൻ സ്വിച്ച് വളരെ എളുപ്പമാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വസീറെക്സ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് കോയിൻ സ്വിച്ചിനേക്കാളും എന്നുള്ള ലൈവ് എക്സാമ്പിളോടെ ഞാൻ കാണിച്ചു തരാം. കാരണം അതിൽ മെയിൻ സാധനം ടോക്കണിൻ്റെ, അതായത് കോയിൻ്റെ പ്രൈസ് ഡിഫറൻസ് ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നത്. കോയിൻസ് എത്ര കാണിച്ചു തരുന്നില്ല. അപ്പോൾ അതായത് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ അക്കൗണ്ടാണ് കോയിൻ സ്വിച്ചിൻ്റെ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കർഡാനോ മൂന്നാമത് വെക്കുന്നുണ്ട്. 138 രൂപ 137 രൂപ 87 പൈസയാണ് ഇപ്പോൾ കർഡാനയുടെ പ്രൈസ്. നമുക്ക് ഇതേ സാധനം തന്നെ വസീറെക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെൻ്റെ വസീറെക്സ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ കർഡാനയുടെ പ്രൈസ് നാലാമതായി നിൽക്കുന്നത് 134 രൂപ 50 പൈസ. അപ്പോൾ ഇതാണ് ബൈ പ്രൈസ്. അപ്പോൾ അതിൽ ഈ വസീറെക്സിൽ കോയിൻ സ്വിച്ചിനേക്കാളും 3 രൂപ ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ വാങ്ങുമ്പോൾ. പക്ഷെ വിൽക്കുമ്പോൾ രണ്ടെണ്ണത്തിലും സെയിം പ്രൈസ് ആട്ടോ. അത് നിങ്ങൾക്ക് ഈ 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ രണ്ടിലും നോക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വസീറെക്സ് പ്രിഫർ ചെയ്യുന്നത്. കുറച്ചുകൂടി ബെറ്റർ പ്രൈസ് നമുക്ക് കോയിൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു എമൗണ്ട്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് ആയിട്ട് തോന്നില്ല. പക്ഷേ ആ ഒരു 3 രൂപ എന്ന ഡിഫറൻസ് നിങ്ങൾ പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2% ഡിഫറൻസ് ആയി. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ട്രേഡിങ് വെച്ചോക്കുമ്പോൾ വളരെ വലിയ എമൗണ്ട് ആണ്. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ 2000 രൂപ ഡിഫറൻസ് ആണ് ഇതിൽ. അപ്പോൾ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ വലുതായിട്ട് ബാധിക്കില്ല. വലിയ ട്രേഡ്സ് ചെയ്യണവർക്കാണ് ഏറ്റവും വിലക്കുറവിൽ കോയിൻസ് അവിടെ നിന്ന് കിട്ടും. അത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വസീറെക്സ് പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബൈനാൻസ് പ്രിഫർ ചെയ്യാനുള്ള കാരണം അത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ്. ഏറ്റവും കൂടുതൽ കോയിൻസും പെയർസും ഒക്കെ ഉള്ളത് ബൈനാൻസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബൈനാൻസിൽ അക്കൗണ്ട് എടുത്ത് വയ്ക്കാൻ പറയുന്നത്. ബൈനാൻസ് വസീറെക്സിനെ 2018 അക്വയർ ചെയ്തിരുന്നു. അപ്പോൾ വസീറെക്സ് ബൈനാൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വസീറെക്സ് യൂസ് ചെയ്യാം. പിന്നെ വസീറെക്സ് ടു ബൈനാൻസ് നിങ്ങൾക്ക് ഫണ്ട്സ് ഒക്കെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതൊക്കെ വരും വീഡിയോകളിൽ ഈ ഒരു ഓരോരോ ആപ്ലിക്കേഷനും ട്രേഡിംഗ് എങ്ങനെ ചെയ്യണോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു വാലറ്റിൽ നിന്ന് വേറൊരു എക്സ്ചേഞ്ചിലേക്ക്, അതായത് എങ്ങനെയാണ് ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വേറെ എക്സ്ചേഞ്ചിലേക്ക് കോയിൻസ് ഷിഫ്റ്റ് ചെയ്യണേ, ആ കോയിൻസ് ആ എക്സ്ചേഞ്ചിലോട്ട് വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്തത് ഞാൻ ഇനി പേഴ്സണലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ഞാൻ ഏതൊക്കെ എക്സ്ചേഞ്ചിൽ KYC ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെയാണ് ഞാൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതല്ലാതെ ആപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഞാൻ ബ്രൗസർ വഴി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചസ് ഇതൊക്കെയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ 5 കാണാം, അടിയിൽ 5, പിന്നെ 3, അതായത് മൊത്തം 13 കാണും. ഇതൊക്കെ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലെ ഏറ്റവും ആദ്യത്തത് MXC എക്സ്ചേഞ്ച്, രണ്ടാമത്തത് KuCoin, മൂന്നാമത്തെ വസീറെക്സ്, നാലാമത്തെ ബൈനാൻസ്, 5-മത്തെ കോയിൻ സ്വിച്ച്. അപ്പോൾ കോയിൻ സ്വിച്ച്, വസീറെക്സ്, ബൈനാൻസിനെ കുറിച്ച് 3 ഞാൻ പറഞ്ഞു. പിന്നെ KuCoin അതും വലിയൊരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതൊക്കെ വരും ഡേയ്സിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം അതിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടിയും ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ അതായത് ബോട്ട് എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതം വെച്ചിട്ട് കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് തരും. പക്ഷേ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് കിട്ടില്ല. പക്ഷേ നഷ്ടം വരാതിരിക്കാൻ ശ്രമിക്കും. മാക്സിമം നല്ല രീതിയിൽ ചെറിയ പ്രോഫിറ്റ്സ് എടുത്തെടുത്ത് തരും. പക്ഷേ അതിനനുസരിച്ച രീതിയിലുള്ള ഫണ്ട്സ് വേണം. അതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വരയിൽ നിൽക്കുന്നത് ഹുവോബി, പിന്നെ Gate.io, പിന്നെ OKX, പ്രോബിറ്റ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഹോട്ട്ബിറ്റ്. അപ്പോൾ ഇതൊക്കെ ചെറിയ എക്സ്ചേഞ്ചുകളാണ്. പക്ഷേ അത്യാവശ്യം നല്ല വലിയ എമൗണ്ട്സ്, ചെറിയ എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയ എമൗണ്ട്സിലല്ല ട്രേഡ് ചെയ്ത്, ഇതൊക്കെ ബില്യൺ കണക്കിന് എമൗണ്ട് ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഇതൊക്കെ. ഏറ്റവും അടിയിൽ കാണുന്നത് SafePal, മെറ്റാമാസ്ക്, പിന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. അത് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ അല്ല കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ SafePal, മെറ്റാമാസ്ക്, ഇതൊക്കെ വാലറ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ഈ വരും ദിനങ്ങളിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്നെ വിളക്കുക. കാരണം ക്രിപ്റ്റോയുടെ ഓരോ ഇൻഫർമേഷനും ടൈം സെൻസിറ്റീവ് ആണ്. 5 മിനിറ്റ്സിനുള്ളിലാണ് വില കയറുന്നതും കുറയണതും. അപ്പോൾ നിങ്ങളത് ബെല്ല് ഓൺ ചെയ്ത് വെച്ചാൽ എല്ലാം ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ടൈംലി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട 3 ഞാൻ പറഞ്ഞു തന്നു. ഇപ്പം നിങ്ങൾക്ക് എല്ലാത്തിനും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഇതിൽ ഇത്രയും എക്സ്ചേഞ്ചസ് ഞാൻ രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. KuCoinലുള്ള കുറേ കോയിൻസ് ഒന്നും ബൈനാൻസിലുണ്ടാവില്ല. അതേപോലെ തന്നെ ഹൂബിലുള്ള കുറേ കോയിൻസും ബൈനാൻസിലുണ്ടാവില്ല, KuCoinലുണ്ടാവില്ല. അപ്പോൾ അതേപോലത്തെ ഡിഫറൻസ് വേണ്ടിയിട്ടാണ്. കാരണം പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു കോയിൻ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം ബൈനാൻസിലൊരു കോയിൻ പുതിയതായിട്ട് ആഡ് ചെയ്യുമ്പോൾ ആ കോയിന് ഭയങ്കര ഹൈപ്പായിരിക്കും. ഇപ്പോൾ നമ്മൾ 1 രൂപയ്ക്കാണ് ആ കോയിൻ വാങ്ങിയെങ്കിൽ പെട്ടെന്ന് ആ കോയിന് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് $100 അത് വിറ്റു പോകും. അത് അത്രയും പൊട്ടൻഷ്യലാണ് ബൈനാൻസിനുള്ളത്. കുറേ കോയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചസ് ഇല്ല. അപ്പോൾ എല്ലാത്തിനും ഞാൻ എല്ലാ അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് KYC ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും കോയിൻ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാനത് ഉടനടി വാങ്ങിയിട്ട് ബൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ടാണ് അത് വിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഈ ഒരൊറ്റ വീഡിയോയിലെല്ലാം പറഞ്ഞുതരാൻ
പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക്കായുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും KYC ചെയ്ത് വെക്കണം. ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. ഇത്രയും ആപ്ലിക്കേഷനിൽ KYC ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്തിടാം. എല്ലാം വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് എക്സ്ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതിൽ ട്രേഡിംഗ് അല്ലാതെ ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൂടി കാണിച്ചിരുന്നു, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് ബൈനാൻസ് ലാസ്റ്റ് ഇയർ ആണ് തോന്നുന്നു അക്വയർ ചെയ്ത ഒരു വെബ്സൈറ്റ് ആണ്. അതിലാണ് ഈ കംപ്ലീറ്റ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള സകലമായ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയിട്ടും കിട്ടും, ആപ്ലിക്കേഷൻ ആയിട്ട് കിട്ടും. വെബ്സൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം. പക്ഷേ മൊബൈലിൽ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ധാരാളം. ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾ അതിനെക്കുറിച്ച് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ മതി. അപ്പോൾ അതിൽ എല്ലാ കോയിൻസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ബിറ്റ് കോയിൻ്റെ കറണ്ട് പ്രൈസ്, അതിൻ്റെ എത്ര സ്ഥാനത്താണ് ആ കോയിൻ നിൽക്കുന്നത്, ഫസ്റ്റ് നിൽക്കുന്ന കോയിൻ ഏതാ, സെക്കൻഡ് നിൽക്കുന്ന കോയിൻ ഏതാ, ഒരു ദിവസം എത്രത്തോളം അത് കയറിപ്പോയി, ഒരു ദിവസം എത്രത്തോളം താഴ്ന്നു, ഒരാഴ്ചയിൽ എത്രത്തോളം പെർസെൻറ്റേജ് അത് ഹൈ പോയി താഴെ പോയി, എല്ലാ ഡീറ്റെയിൽസ് അതിൽ കിട്ടും. പിന്നെ ഒരു പ്രത്യേക കോയിൻ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബൈനാൻസ് കോയിൻ എന്ന കോയിൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അത് ഏത് വെബ്സൈറ്റിലാണ്, ഏത് എക്സ്ചേഞ്ചിലാണ് അത് ട്രേഡിംഗ് നടത്തുന്നത്, എത്ര രൂപയ്ക്കാണ് ട്രേഡ് നടക്കുന്നത്, ഒക്കെ ഡീറ്റെയിൽസ് എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നിർബന്ധമായിട്ടും ക്രിപ്റ്റോയിൽ സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കോയിൻസ് ഇതിൽ മാർക്ക് ചെയ്തൊക്കെ വയ്ക്കാം, സ്റ്റാർ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതൊക്കെ ഇൻഫോർമേഷൻസ് വരും. അപ്പോൾ ആ ഒരു കോയിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് വന്ന് ഉടനടി നമുക്ക് ഇൻഫോർമേഷൻ ഒക്കെ വരും. പിന്നെ മെറ്റാമാസ്കും സേഫ് വാളും, ഇത് രണ്ടും ക്രിപ്റ്റോ വാലറ്റ്സ് ആണ്, ഡിജിറ്റൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു തനി വീഡിയോ ഞാൻ ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഇതല്ലാതെ ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ചസ് ഏതെന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി തന്നെ വെബ്സൈറ്റിൽ പോകണം. പക്ഷേ അതിൽ പോയി തന്നെ എക്സ്ചേഞ്ചസ് ഏതൊക്കെയെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതല്ലാതെ വേറെയും ട്രേഡിംഗ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് സ്വാപ്പിംഗ് എന്ന് പറയും. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് മാത്രം കയറുക. അപ്പോൾ ബൈനാൻസും വസിറെക്സിനും അത് ആ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ഡിസ്കൗണ്ട് ഉണ്ട് 20%. അതല്ലാതെ ഇതിലത്തെ ഏത് ലിങ്ക് ഉപയോഗിച്ച് കയറിയാലും എനിക്ക് ചെറിയൊരു റെഫറൽ കമ്മീഷൻ കിട്ടും. അത് എനിക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിലൂടെ കയറാം. മെയിൻ ചാനലിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, $200 വരെ വെറുത്തായിട്ടുള്ള ക്രിപ്റ്റോ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുകൂടാതെ ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ്സിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വരണം ഡിസ്കഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് പേര് അതിലുണ്ടാവും. ഇപ്പോൾ കറന്റ് 10, 20, 30 പേരേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ വരും. അതല്ലാതെ വേറൊരു ഗ്രൂപ്പും കൂടി ഉണ്ടാവും, ഞാൻ സിഗ്നൽസ് തരുന്നത്. അപ്പോൾ ഞാൻ തരുന്ന സിഗ്നൽസ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കോയിൻസ് വാങ്ങുകയും വെക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ തരുന്നത് സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ആ കോയിൻ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, ചിലപ്പോൾ ലാഭം ഉണ്ടാവും എന്നല്ല ഞാൻ പറയണത്. ഏകദേശം ചാൻസ് 90% ചാൻസ് കോയിൻ വില കൂടാനാണ്. അപ്പോൾ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടല്ല അതും തരുന്നത്. നിങ്ങളുടെ റിസ്കിൽ തന്നെ നിങ്ങൾക്ക് ആ കോയിൻസ് വാങ്ങണമെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ എനിക്കൊരു ഇത് തരാൻ മാത്രമേ പറ്റൂ, ഐഡിയ തരാൻ പറ്റും, ഇന്ന കോയിന് വില കൂടാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി റിസ്ക്കും നിങ്ങളുടെയാണ്, ഇത് കിട്ടുന്ന പൈസയും നിങ്ങളുടെയാണ്, നഷ്ടവും നിങ്ങളുടെയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സജഷൻ തരുന്നതെന്ന് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സിഗ്നൽ ചാനൽ വെച്ചേക്കുന്നത്. പിന്നെ ഈ ചാനലിൽ മാക്സിമം ലൈക്കും ഷെയറും ചെയ്യുക. കാരണം ക്രിപ്റ്റോയിൽ എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അത്യാവശ്യം കെയർഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്, ഇൻഡസ്ട്രി തന്നെയാണ് ക്രിപ്റ്റോ. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ നല്ല കെയർഫുൾ ആയിരിക്കണം. കയ്യിലുള്ള എല്ലാ പൈസ എടുത്തിട്ട് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ഇടരുത്, ചിലപ്പോൾ അത് ഒന്നടങ്കം അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് നമ്മുടെ കയ്യിൽ എക്സസ് പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന പൈസ, അതായത് നമ്മുടെ അടുത്ത് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് നോക്കാം എന്നുള്ള പൈസ വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഒരുപാട് പൈസ ഇട്ടിട്ട് ആ പൈസ മൊത്തം കൊണ്ട് കളയരുത്. ലാഭം ഉണ്ടാക്കിയ കണക്ക് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. അതിനേക്കാൾ നഷ്ടം പറ്റിയ കണക്ക് അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഒന്നല്ലെങ്കിൽ വസിറെക്സിന്റെ ട്രേഡിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ബൈനാൻസിന്റെ, അല്ലെങ്കിൽ മെറ്റാമാസ്ക് വാലറ്റ്, അതായത് വാലറ്റ്സ് എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ആ ഓർഡറിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ബൈനാൻസിന്റെ വേണം, സെക്കൻഡ് വസിറെക്സ് വേണം, തേർഡ് മെറ്റാമാസ്ക് മതി എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ 1, 2, 3 എന്ന് മെൻഷൻ ചെയ്തിട്ട് ഓരോ ഓർഡറിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ബേസിക് ആയിട്ട് ക്രിപ്റ്റോയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സിഗ്നൽസും തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ ടെലഗ്രാം ചാനൽസിൻ്റെ ലിങ്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബേസിക് എന്ന രീതിയിലുള്ള സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോയും ഈ ചാനലും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ നിർബന്ധമായി അമർത്തിയിരിക്കണം. കാരണം ടൈം സെൻസിറ്റീവ് ആണ് ക്രിപ്റ്റോ ഇൻഫോർമേഷൻ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എബിൾ ആക്കാൻ പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ വളർന്ന് വലുതാവുള്ളൂ, അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയോ ആരെങ്കിലും ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ആക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.